രസഗന്ധസ്പർശ സംഖ്യ പരിമാണ പൃഥക്ത്വ സംയോഗ വിഭാഗൗ പരത്വാപരത്വേ ബുദ്ധയ സുഖദുഃഖേ ഇച്ഛാ ദ്വേഷൗ പ്രയത്നശ്ച ഗുണ. രൂപം രസം ഗന്ധം സ്പർശം 4 ഗുണങ്ങൾ. ചക്ഷുസ് രൂപം കാണുന്നു, കണ്ണിന്റെ സത്യം രൂപമാണ്. നാവ് രസം രുചിക്കുന്നു, നാസ ഗന്ധം അനുഭവിക്കുന്നു, ത്വക്ക് സ്പർശമറിയുന്നു. രൂപം വർണ്ണം എന്നിവ കണ്ണിനും, മധുരം അമ്ളം ഇത്യാദി നാവിനും, സുഗന്ധം മൂക്കിനും, സ്പർശം ചർമ്മത്തിനും സത്യമാണ്. സംഖ്യ പരിമാണം പൃഥക്ത്വം സംയോഗം വിഭാഗം പരത്വം അപരത്വം ഈ 7 ഗുണം ബാഹ്യേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാനാവില്ല, ബുദ്ധിക്ക് മാത്രം ഗ്രഹിക്കാനാവുന്ന ഗുണങ്ങളാണ്. അതിൽ സംഖ്യ അനന്തമാണ്. 0 മുതലാണ് സംഖ്യ തുടങ്ങുന്നത്. അനന്തമാണത്. അളവ്, തൂക്കം, പരിധി എന്നിവയെല്ലാം പരിമാണത്തിൽ പെടും. പൃഥക്ത്വം എന്ന് പറയുന്നത് അനേകത്വം, ഏകത്വം ഇവയുടെ വേർതിരിച്ചറിവാണത്. വസ്തു സംയോഗം, വൺ മെനി എന്നുള്ളതിന്റെ തിരിച്ചറിവ്. വസ്തു സംയോഗം, അവയുടെ വിഭാഗങ്ങൾ, സാധർമ്മ്യ വൈധർമ്മ്യങ്ങൾ, ഇവ കൊണ്ട് വരുന്ന പരാപരത്വം, ഇവയൊന്നും ബാഹ്യേന്ദ്രിയം കൊണ്ട് മാത്രം അറിയാവുന്ന കാര്യങ്ങളല്ല. അതിനൊക്കെ ബുദ്ധി കൊണ്ടറിയേണ്ട ശാസ്ത്ര വിഷയങ്ങളാണ് ഈ 7 എണ്ണവും. സംഖ്യ പരിമാണ, അതായത് മാത്തമാറ്റിക്സ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, പരിധി, ഇത് ലിമിറ്റ് കാണുക എന്നുള്ളത്, ലിമിറ്റില്ലാത്ത ബൗണ്ടറിലെസ് ആയിട്ടുള്ള സംഗതികളെ പഠിക്കുക എന്നുള്ളത്. യൂണിവേഴ്സൊക്കെ ബൗണ്ടറിലെസ് ആണ് ആക്ച്വലി, അതിനെയൊക്കെ പഠിക്കുക എന്നുള്ളത്. അതുപോലെ പൃഥക്ത്വം, വൺ മെനി എന്നുള്ളതിന്റെ ഇതറിയാം. ഈ വസ്തുക്കൾ തമ്മിലുള്ള ചേർച്ച അല്ലെങ്കിൽ സംയോഗം കൊണ്ട് അവയ്ക്കുണ്ടാകുന്ന പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാവുക. അതിന് ഓരോന്നിനും സാധർമ്മ്യ വൈധർമ്മ്യങ്ങൾ, ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ്, അതുകൊണ്ട് വരുന്ന ഡിഫറൻസസ്, പരാപരത്വങ്ങൾ, ഇതൊന്നും തന്നെ ബാഹ്യേന്ദ്രിയത്തിന് മാത്രമായിട്ട് അറിയാൻ പറ്റില്ല. കൂടെ ബുദ്ധി കൊണ്ട് മാത്രം അറിയാവുന്ന ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം. അനേകത്വം ഏകത്വമാണ്, ദ്വൈതം അദ്വൈതമാണ്. അത് അമല ബുദ്ധിയുള്ളവൻ മാത്രമേ വിവേചിച്ചറിയൂ. 2 എന്ന സംഖ്യയെ അറിയണമെങ്കിൽ ആദ്യം 1 എന്താണെന്ന് അറിയണം. അപ്പൊ ഏകത്വ ബുദ്ധിയിൽ നിന്ന് വേണം ദ്വിത്വബുദ്ധി ഉണ്ടാവാൻ. 1 ഏകത്വ ബുദ്ധി ഉണ്ടാവണമെങ്കിലോ ആദ്യം 0 ശൂന്യത്തെ അറിയണം. ശൂന്യത്തിന്റെ ഗുണങ്ങൾ അറിഞ്ഞ ശേഷം 1 ഏകത്വത്തിലേക്കും, ഏകത്വ ബുദ്ധിയിൽ നിന്ന് ദ്വിത്വബുദ്ധിയിലേക്കും അനേകത്വ ബുദ്ധിയിലേക്കും ആണ് ഗണിതത്തിൽ യാത്ര. 3 എന്നറിയണമെങ്കിൽ 2 എന്താണെന്ന് അറിയണം. അങ്ങനെ പൂർവാപരങ്ങളെ അറിയുന്നതിനെയാണ് സംഖ്യാക്രമം എന്ന് പറയുന്നത്. പ്രൈമറി നമ്പേഴ്സ് ആയാലും ഇത് നമ്പർ തിയറി എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതാണ്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാലോ ഭക്തി ഡിവിഷനാണ്. ഒന്ന് ഡിവിഷന്റെ പേരാണ് ഭക്തി. ഭക്തമാക്കുക എന്ന് പറഞ്ഞ ഡിവിഷനാണ്. ആ ഡിവിഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ കൊണ്ട്, നമ്മൾ ഒരു ഉരുള ഭക്ഷണത്തിന് ഒരു ഭക്തം എന്നാണല്ലോ പറയുക. ഒരു ഉരുള, ഒരു ലിമിറ്റഡ് സാധനം. ആ ലിമിറ്റേഷൻ ഉണ്ടാവുമ്പോൾ ഡിവിഷൻ ഉണ്ടാവുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഡിവിഷൻ കൊണ്ടും ലിമിറ്റേഷൻ കൊണ്ടുമാണ് ദ്വിത്വം അല്ലെങ്കിൽ ദ്വന്ദ്വം അല്ലെങ്കിൽ സംഖ്യ നമ്പർ കൂടിക്കൂടി വരുന്നത്. പിന്നെ സംയോഗത്തിനോ ഒന്നിനൊറ്റയ്ക്ക് സംയോഗം സാധിക്കില്ല, 2 ഉണ്ടെങ്കിലേ സംയോഗം സാധിക്കുള്ളൂ. അപ്പോ സംയോഗം എന്ന ക്രിയയ്ക്ക് വേണ്ടിയാണ് ഏകം ദ്വയവും അനേകവും ആയത് എന്നുള്ളതാണ് ആ പൃഥക്ത്വത്തിന്റെയും സംയോഗത്തിന്റെയും വിഭാഗത്തിന്റെയും ഒക്കെ ഇത് പറയുന്നത്. കർമ്മപ്രവൃത്തിക്ക് എന്തൊന്നാണോ ഹേതു, ആ സംയോഗനാമമായ കർമ്മത്തിന് ഗുണവിശേഷം രശ്മ്യാത്മകമായ പരമാണുക്കളുടെ മണ്ഡലവിശേഷമാണ്. രശ്മ്യാത്മകം എന്ന് പറയുമ്പോൾ അത് ലൈറ്റ് എനർജിയാണ് അല്ലെ, കിരണങ്ങളെ കൊണ്ടുള്ള കിരണ സമൂഹങ്ങളാണ്, ലൈറ്റ് എനർജിയാണ്. ഓരോ രശ്മിയല്ല, അനേക രശ്മികളുടെ പരമാണുക്കളുടെ, രശ്മ്യാത്മകമായ പരമാണുക്കളുടെ ഓരോ പരമാണുവിലും ആ രശ്മി ലൈറ്റ് ഉണ്ട്, ആ എനർജി ഉണ്ട്. അതിന്റെ മണ്ഡല വിശേഷം, മണ്ഡലം എന്ന് പറഞ്ഞ ഫീൽഡ്, എ സ്പെസിഫിക് ഫീൽഡ് ഇസ് ദർ ഫോർ ഈച്ച് പരമാണു, ഈച്ച് സബാറ്റമിക് പാർട്ടിക്കിൾ. അതാണ് പരമാണുക്കളുടെ മണ്ഡല വിശേഷം എന്ന് പറയാൻ കാരണം. ഈ സംയോഗരശ്മികളുടെ കുണ്ടലി പോലുള്ള, കുണ്ടലി എന്ന് പറഞ്ഞാൽ എന്താ, വളഞ്ഞു പിരിഞ്ഞ് ഇങ്ങനെ ഹെലിക്സ് പോലെ വളഞ്ഞു പിരിഞ്ഞ് ഹെലിക്സ് പോലെ 2 സർപ്പങ്ങളുടെ ഇങ്ങനെ പിരിഞ്ഞ് കളിക്കുന്ന പോലെയുള്ള സങ്കോച വികാസശീലം, അതിനെയാണ് പറയുന്നത്. അപ്പൊ ഈ സംയോഗ രശ്മികളുടെ
പരമാണുക്കളുടെ മണ്ഡലവിശേഷം ഉണ്ടാവുന്ന ഈ സംയോഗരശ്മികളുടെ കുണ്ടലി പോലുള്ള സങ്കോച വികാസശീലം കൊണ്ടാണ്. ഇത് എല്ലാ ദ്രവ്യങ്ങളുടെ സംയോഗ വിഭാഗത്തിലും കാണാം എന്നാണ് കണാദൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സയൻസ് അല്ല, മതമാണ് എന്ന് പറയുന്നവരുടെ ബുദ്ധിയെക്കുറിച്ചാണ് എനിക്ക് സംശയമുള്ളത്. ദ്രവ്യങ്ങളെ സംയോജിപ്പിക്കുന്നതാണ് സംയോഗം. സ്ത്രീ പുരുഷന്മാരുടെ മാത്രമല്ല, ഏത് ദ്രവ്യത്തിനെയും സംയോജിപ്പിക്കുന്നത് സംയോഗം. ഇത് ദ്രവ്യങ്ങളിൽ സ്വഭാവസിദ്ധമായ ഗുണമാണ്. രണ്ട് പരമാണുക്കളുടെ സംയോഗം, രണ്ട് വസ്തുക്കളുടെ സംയോഗം. അതുപോലെ രണ്ട് സ്ത്രീ പുരുഷന്മാരെന്നുള്ള രണ്ട് വസ്തുക്കളെന്നേ കണക്കാക്കിയിട്ടുള്ളൂ കണാദൻ. ഇതിലൊക്കെ മേൽപ്പറഞ്ഞ വികാസ സങ്കോചശീലം അടക്കമുള്ള സംയോഗ ഗുണം ഒരു സഹജ സ്വഭാവമായിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ് പറയുന്നത് അവിടെ. ഇനി ചില വാക്കുകൾ. ഗുരുത്വം. ഗുരുത്വം എന്ന് പറയുമ്പോൾ ലഘുവായ രണ്ടെണ്ണം, കനം കുറഞ്ഞ ലഘുവായിട്ടുള്ള രണ്ടെണ്ണം സംയോജിച്ചാൽ ഗുരുത്വം ഉണ്ടാവും. ഗുരുത്വം കൂടുതലായി വരും തോറും ഭൂമിയിലേക്ക് അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ കായ എന്ന് അർത്ഥമുണ്ട്, ഇഫക്റ്റ് എന്ന് അർത്ഥമുണ്ട് അല്ലേ. കനം കൂടുന്തോറും ഭൂമിയിൽ പതിക്കുന്നു, സംയോഗം കൊണ്ട് പതനം സംഭവിക്കുന്നു. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ലഘുവായ രണ്ടെണ്ണം സംയോജിച്ച് ഗുരുത്വം നേടുന്നത്. ഗുരുത്വം നേടുമ്പോൾ കൂടുതൽ ഗുരുത്വം നേടി വരുമ്പോൾ ഭൂമിയിൽ പഴം പതിക്കണ പോലെ താഴത്തേക്ക് വീഴും, പതനം സംഭവിക്കും. ഇത് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഗ്രാവിറ്റേഷണൽ പവർ എന്നല്ലാതെ എന്താണ്? ഞാൻ വലിയ ബുദ്ധിമുഖന്മാരോട് അറിയാത്ത ഒരു പാവാര ചോദിക്കുകയെന്ന് വെച്ചോളൂ, എന്താ അതിന്റെ അർത്ഥം എന്ന്. എനിക്ക് അർത്ഥം മനസ്സിലാവണത് ശാസ്ത്രമായിട്ട് തന്നെയാണ്. പിന്നെ ദ്രവത്വത്തെ കുറിച്ച് പറയുമ്പോൾ ദ്രവ്യാവയവങ്ങൾ ശിഥിലമാകുമ്പോൾ ദ്രവത്വം ഉണ്ടാവുന്നു. അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു ദ്രവ്യത്തിന് ശിഥിലമായിട്ട് വരുമ്പോൾ, അത് ഫ്ലൂയിഡിറ്റി ഉണ്ടാവണമെങ്കിൽ ആ പരമാണുക്കളുടെ സ്പേസ് ഇൻ ബിറ്റ്വീൻ പരമാണുക്കളുടെ സ്പേസ് കൂടി വരുമ്പോഴല്ലേ അത് ശിഥിലമാവുന്നത്. അങ്ങനെ വരുമ്പോഴേ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ദ്രവത്വം ഉണ്ടാവുള്ളൂ എന്നാണ് ദ്രവത്വത്തിനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്നേഹം. പാർത്ഥിവധാതുവിൽ അണ്വന്തരാളവർത്തിയായ രണ്ടണുക്കളുടെ അന്തരാളവർത്തിയായ ഇൻ ബിറ്റ്വീൻ രണ്ടണു ഉള്ള അന്തരാളവർത്തിയായ രൂപങ്ങളിൽ എണ്ണ പ്രവേശിച്ച്, എണ്ണ എന്ന് പറഞ്ഞാൽ ഓയിലി സബ്സ്റ്റൻസ് പ്രവേശിച്ച് അവയെ ശിഥിലമാക്കുന്നു. ഇതിനെ ഭൂമിയുടെ സംയോഗം എന്ന് പറയുന്നു. സ്നേഹത്തിനെ അത് അഡിഷൻ എന്നാണ്. അതിന്റെ അഡിഷൻ എന്നുള്ള വാക്കിനെയാണ് അവിടെ സ്നേഹം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആക്ച്വലി. പിന്നെ പരത്വം അപരത്വം പരസ്പരാപേക്ഷ എന്നിവ ദേശകാല സംബന്ധം കൊണ്ടുണ്ടാവുന്നതാണ്. അതായത് റിലേറ്റിവിറ്റി ഇൻ ടൈം സ്പേസ് ആൻഡ് ഓർഡർ, അതങ്ങനെ ഉണ്ടാവുന്ന. അത് അടുത്ത ചാപ്റ്ററിലാണ് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത്. ഈ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബുദ്ധ്യാദികൾക്ക് ഷഡാത്മഗുണമുണ്ട്. ബുദ്ധി മനസ്സിന്റെ അന്തർവൃത്തിയാണ്. ശുദ്ധസത്വ മഹോദധിയായ അതിൽ ജ്ഞാനസംസ്കാരം സംഭവിക്കുന്നു. ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യങ്ങളാണ് ബുദ്ധിയിൽ സമാവേശിതമായ സംസ്കാരങ്ങൾ. അധ്യവസായത്താൽ ഉണ്ടാവുന്ന ജ്ഞാനം ബുദ്ധിയാണ്. തർക്കം എന്നുള്ളത് ജ്ഞാന വിഷയമാണ്. സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ കല, എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് വികാര വിഷയമാണ്. ഇച്ഛ, ധർമ്മത്തിലൊരു ഇച്ഛ വരിക, മൂല്യബോധം ഉണ്ടാവുക, സദാചാരം അല്ലെങ്കിൽ എത്തിക്സിന്റെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. ആത്മഗുണമായ ആനന്ദം, ഇതൊക്കെ സംവേദനാത്മകമാണ്. ആത്മവികാസം, ആനന്ദം അല്ലെങ്കിൽ സുഖം, സങ്കോചം, ദുഃഖം, 17 കാരണദ്രവ്യങ്ങളോടും അപേക്ഷയില്ലാത്ത മൂലഗുണം, മൂലകാരണവസ്തു. ഈ പറഞ്ഞ 17 കാരണദ്രവ്യങ്ങളോടും അപേക്ഷയില്ലാത്ത മൂലഗുണം എന്താ? അതാണ് മൂലകാരണവസ്തു. ഇതൊന്നും അതിനില്ല. അതില്ല എന്നുള്ളതാണ് നേതി എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം, അല്ലാണ്ട് വേറെ ലക്ഷണമൊന്നും അതിനില്ല. ഇനി പറയണത് എന്താ? 7ാമത്തെ സൂത്രത്തില് ഉക്ഷേപണം അവക്ഷേപണം ആകുഞ്ചനം പ്രസാരണം ഗമനം ഇതി കർമാണി. കർമ്മങ്ങൾ 5 ഇതാണ്. 1 ഉക്ഷേപണം, 2 അപക്ഷേപണം, 3 ആകുഞ്ചനം, 4 പ്രസാരണം, 5 ഗമനം. ഓരോന്നും ഉത്തരോത്തരം ചേഷ്ടാധിക്യം യോജിപ്പിക്കുന്നതാണ്. കൂടുതൽ പ്രവൃത്തി ഉള്ളതാണ് ഓരോന്നും. അതായത് ഉക്ഷേപണത്തിന് ഏറ്റവും കുറവാണെങ്കിൽ ഗമനത്തിന് ഏറ്റവും കൂടുതലാണ് ചേഷ്ട. കർമ്മങ്ങളിൽ ഏറ്റവും ബലവത്ത് ഗമനമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഗമനശീലം വന്നു കഴിഞ്ഞാൽ വളരെ പവർ കൂടി, ബലം കൂടി. ഉക്ഷേപണത്തിന് അത്രയും വേണ്ട. അപ്പൊ ഉക്ഷേപണാദി പഞ്ചകർമ്മങ്ങളിൽ കാരണദ്രവ്യ നിഷ്ഠ കാണണം. അതായത് പരമാണു നിഷ്ഠത്വം കാണണം. ഏത് പരമാണുവാണ് അതിൽ ഉപയോഗപ്പെടുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും ഈ ബലം. സർവകർമ്മവും ചലനാത്മകം തന്നെയാണ്. ഗതി എന്ന് പറയുന്ന മൂവ്മെന്റിനെയാണ്. എനർജി ഇൻ മോഷൻ എന്ന് പറയുന്നത്, നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതാണല്ലോ ഗതി. സർവവും ദിഗ്വിശിഷ്ടമാണ്. ഉക്ഷേപണാദികൾ പ്രകൃതിയിൽ ദിഗ്ഭേദത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന്. ഡയറക്ഷണൽ ചേഞ്ച് അനുസരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ 5 കർമ്മം, ഉക്ഷേപണാദി കർമ്മങ്ങൾ ഇരിക്കുന്നത്. നിയത ദിശയിൽ, അതായത് ഒരേ സെയിം ദിശയിൽ ഒരു നിശ്ചയിക്കപ്പെട്ട ഫിക്സഡ് ഡയറക്ഷനിലെ നിയതമായ ഗതി, അതേ ഡയറക്ഷൻ വളരെ കറക്റ്റായിട്ട് ഋജുമാർഗത്തിലുള്ള പരമാണു ചലനത്തെ
ആണ് താന്ത്രിക ചലനം എന്ന് പറയുന്നത്. ഗമനവിശേഷം എപ്പോഴും ചലനമാത്ര കൊണ്ടാണ്. ചലനമാത്ര അത് കൈനറ്റിക് മോഷനാണ് ഗമനവിശേഷം എന്ന് പറയുന്നത്. പരമാണുക്കൾ പരിചയത്താൽ സ്വയം ദിക് പരിവർത്തന ഹേതുക്കളാണ്. നിയതചേഷ്ടകൾ സ്വാഭാവികങ്ങളാണ്. നിയത ദിക്കിലേക്ക് ഗമനം സ്വാഭാവികമാണ്. ഏത് ദിശയിലാണോ പരമാണുഗമനം അതിനെ മുഖം എന്ന് വിളിക്കുന്നു. അതാണ് ഗമനദിശ വെച്ച് പരമാണുമുഖം, പുച്ഛം എന്നൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പൊ പരമാണുന്തരം സ്വദിശയിൽ ആകർഷിക്കുന്നതിനെയാണ് അവക്ഷേപണം എന്ന് പറയുന്നത്. സ്വന്തം ദിശയിലേക്ക് ഇങ്ങോട്ട് വിളിക്കുന്നത് അവക്ഷേപണാണ്. ഉദക്, അതായത് അതിന് വിപരീതമായിട്ട് മുകളിലേക്ക് മുഖഭാഗത്തേക്ക് പോകുന്ന ഉക്ഷേപണം, മുകളിലേക്ക് പോകുന്ന ഉക്ഷേപണം, താഴത്തേക്ക് വരുന്നത് അവക്ഷേപണം. പരമാണു സങ്കോചിക്കുന്നതിന്റെ പേര് ആകുഞ്ചനം, പ്രസരിക്കുന്നതിന്റെ പേര് പ്രസാരണം. ആകുഞ്ചന പ്രസരണങ്ങൾ പരമാണുവിന്റെ നടുവിൽ ഉദരഭാഗത്ത്, അതായത് സെൻട്രലാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് മറ്റു രണ്ടോ അങ്ങനെയല്ല. ഏകദേശേ ഇത്യേകസ്മിൻ ശിരപൃഷ്ഠ ഉദരം കർമാണി തദ്വിശേഷഭ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരമാണു മറ്റൊരു പരമാണുവിനെ വിശേഷമായിട്ട് ആകർഷിക്കുന്നതാണ് അവക്ഷേപണ കർമ്മം. അപ്പൊ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഒരു അവക്ഷേപണ കർമ്മമാണ്. ഭൂമി ഇങ്ങോട്ട് ആകർഷിക്കുകയാണല്ലോ, കാന്തം ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. ഖനവസ്തുക്കൾ താഴോട്ട് പതിക്കും, മറിച്ച് കനം കുറഞ്ഞ വായു പോലെയുള്ളവ വിപരീത ക്രമത്തിൽ ഉയരും. അത് ഉക്ഷേപണം. ഇതാണ് പുച്ഛം, ശിരസ് എന്നീ ദിശകളിൽ സംഭവിക്കുന്ന രണ്ട് തരം മൂവ്മെന്റ്സ് ആയിട്ട് ഉക്ഷേപണം അവക്ഷേപണമായിട്ട് പറയുന്നത്. മറിച്ച് ആകുഞ്ചനം പ്രസരണം എന്ന് പറയുന്ന രണ്ടെണ്ണം ഈ മണ്ഡലത്തിന്റെ, അതായത് ഫീൽഡിന്റെ, എനർജി ഫീൽഡിന്റെ കേന്ദ്രത്തിലാണ്, ന്യൂക്ലിയസ് ഭാഗത്താണ് ഈ കൺട്രാക്ഷൻ എക്സ്പാൻഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇങ്ങനെ ഇതിനെയാണ് ഈ കൈനറ്റിക് മൂവ്മെന്റ്സിന്, ഈ ഗമനവിശേഷങ്ങളെല്ലാം ഒരു സ്വസ്തിക രൂപത്തിലാണ് വരയ്ക്കുക. ഈ സ്വസ്തിക രൂപം നമുക്ക് ഇൻഡസ് വാലി ഹരപ്പൻ കാലം മുതൽ ഉണ്ട് താനും ചിത്രങ്ങളിൽ. അപ്പോ കണാദന്റെ പരമാണു സിദ്ധാന്തം, സാഖ്യവും യോഗവും കണാദന്റെ പരമാണു സിദ്ധാന്തവും വൈശേഷികവും ഒക്കെ അന്നേ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ഈ സ്വസ്തിക ചിഹ്നം അവിടെ കാണുന്നത്. സദനിത്യം ദ്രവ്യവത് കാര്യം കാരണം സാമാന്യ വിശേഷവതിഥി ദ്രവ്യഗുണകർമ്മണാം അവിശേഷ. സാമാന്യവിശേഷങ്ങളായ ഗുണങ്ങളുടെ സമവായം കൊണ്ട് സത്യം നിത്യവുമായ ഒരു വസ്തു അസത്വവും അസത്തും അനിത്യവുമായി തോന്നിക്കുന്നു. ഈ പരിണാമം, ഈ ചേഞ്ച് ഇല്ലായിരുന്നുവെങ്കിൽ, അഭാവമായിരുന്നുവെങ്കിൽ വിശേഷം അഥവാ കാര്യമില്ല, കാരണം മാത്രമേ ഉള്ളൂ. ദ്രവ്യം സത്ത്, ഗുണം സത്ത്, കർമ്മം സത്ത്. ഇവിടെ ദ്രവ്യഗുണകർമ്മങ്ങളെല്ലാം സത്ത് എന്ന സാധർമ്യമുണ്ട്. ഇപ്രകാരം കാലത്രയത്തിലും ഒന്നായിരിക്കുന്ന കാരണവസ്തുവിനെ സത്ത് എന്ന് പറയുള്ളൂ. ത്രികാലത്തിലും, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തിലും ഒരേപോലെ ഒന്നായി നിൽക്കുന്ന കാരണവസ്തുവിനെ മാത്രമേ സദ് എന്ന വാക്ക് വിളിക്കുകയുള്ളൂ. പരമാണു നാനാപരിണാമാനുസരണം തന്റെ സ്വസ്വരൂപം നഷ്ടപ്പെട്ട് മറ്റൊന്നുപോലെ തോന്നുകയാണ്. ആ തോന്നലാണ് കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മാറ്റം വന്നു കഴിഞ്ഞ പ്രപഞ്ചത്തിനെ ആണ് നമ്മൾ മായാന്ന് വിളിക്കുന്നത്, നാനാത്വം വിളിക്കുന്നത്. കാര്യം നശിക്കുമ്പോൾ വീണ്ടും സ്വസ്വരൂപമായ സത്തിലേക്ക് മടങ്ങണം. പരിണാമമുള്ളതും അനിത്യവുമായ ഒന്നും പരമാർത്ഥികയല്ല. പരിണാമമില്ലാത്തതും എന്നും നിത്യവുമായ വസ്തു മാത്രമേ പരമാർത്ഥികയുള്ളൂ. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ചെറിയ 2-3 സൂക്തം മാത്രം ഞാൻ എടുത്തു പറഞ്ഞതാണ്. ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പറയാൻ. പക്ഷെ ഈ ചെറിയ കാര്യം മതി നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ എത്രത്തോളം ചിന്തിച്ചിരുന്ന ആളുകളാണ് എന്ന്. രൂപ രസ ഗന്ധസ്പർശ സംഖ്യ പരിമാണ പൃഥക്ത്വ സംയോഗ വിഭാഗൗ പരത്വാപരത്വേ ബുദ്ധയ സുഖദുഃഖേ ഇച്ഛാ ദ്വേഷൗ പ്രയത്നശ്ച ഗുണ. രൂപം രസം ഗന്ധം സ്പർശം 4 ഗുണങ്ങൾ. ചക്ഷുസ് രൂപം കാണുന്നു, കണ്ണിന്റെ സത്യം രൂപമാണ്. നാവ് രസം രുചിക്കുന്നു, നാസ ഗന്ധം അനുഭവിക്കുന്നു, ത്വക്ക് സ്പർശമറിയുന്നു. രൂപം വർണ്ണം എന്നിവ കണ്ണിനും, മധുരം അമ്ളം ഇത്യാദി നാവിനും, സുഗന്ധം മൂക്കിനും, സ്പർശം ചർമ്മത്തിനും സത്യമാണ്. സംഖ്യ പരിമാണം പൃഥക്ത്വം, സംയോഗം വിഭാഗം, പരത്വം അപരത്വം, ഈ 7 ഗുണം ബാഹ്യേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാനാവില്ല, ബുദ്ധിക്ക് മാത്രം ഗ്രഹിക്കാനാവുന്ന ഗുണങ്ങളാണ്. അതിൽ സംഖ്യ അനന്തമാണ്. 0 മുതലാണ് സംഖ്യ തുടങ്ങുന്നത്. അനന്തമാണത്. അളവ്, തൂക്കം, പരിധി എന്നിവയെല്ലാം പരിമാണത്തിൽ പെടും.
പൃഥക്ത്വം എന്ന് പറയുന്നത് അനേകത്വം, ഏകത്വം ഇവയുടെ വേർതിരിച്ചറിവാണത്. വസ്തു സംയോഗം, വൺ മെനി എന്നുള്ളതിന്റെ തിരിച്ചറിവ്. വസ്തു സംയോഗം, അവയുടെ വിഭാഗങ്ങൾ, സാധർമ്മ്യ വൈധർമ്മ്യങ്ങൾ, ഇവ കൊണ്ട് വരുന്ന പരാപരത്വം, ഇവയൊന്നും ബാഹ്യേന്ദ്രിയം കൊണ്ട് മാത്രം അറിയാവുന്ന കാര്യങ്ങളല്ല. അതിനൊക്കെ ബുദ്ധി കൊണ്ടറിയേണ്ട ശാസ്ത്ര വിഷയങ്ങളാണ് ഈ 7 എണ്ണവും. സംഖ്യപരിമാണ, അതായത് മാത്തമാറ്റിക്സ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, പരിധി, ഇത് ലിമിറ്റ് കാണുക എന്നുള്ളത്, ലിമിറ്റില്ലാത്ത ബൗണ്ടറിലെസ് ആയിട്ടുള്ള സംഗതികളെ പഠിക്കുക എന്നുള്ളത്. യൂണിവേഴ്സൊക്കെ ബൗണ്ടറിലെസ് ആണ് ആക്ച്വലി, അതിനെയൊക്കെ പഠിക്കുക എന്നുള്ളത്. അതുപോലെ പൃഥക്ത്വം, വൺ മെനി എന്നുള്ളതിന്റെ ഇതറിയാം. ഈ വസ്തുക്കൾ തമ്മിലുള്ള ചേർച്ച അല്ലെങ്കിൽ സംയോഗം കൊണ്ട് അവയ്ക്കുണ്ടാകുന്ന പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാവുക. അതിന് ഓരോന്നിനും സാധർമ്മ്യ വൈധർമ്മ്യങ്ങൾ, ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ്, അതുകൊണ്ട് വരുന്ന ഡിഫറൻസസ്, പരാപരത്വങ്ങൾ, ഇതൊന്നും തന്നെ ബാഹ്യേന്ദ്രിയത്തിന് മാത്രമായിട്ട് അറിയാൻ പറ്റില്ല. കൂടെ ബുദ്ധി കൊണ്ട് മാത്രം അറിയാവുന്ന ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം. അനേകത്വം ഏകത്വമാണ്, ദ്വൈതം അദ്വൈതമാണ്. അത് അമല ബുദ്ധിയുള്ളവൻ മാത്രമേ വിവേചിച്ചറിയൂ. 2 എന്ന സംഖ്യയെ അറിയണമെങ്കിൽ ആദ്യം 1 എന്താണെന്ന് അറിയണം. അപ്പൊ ഏകത്വ ബുദ്ധിയിൽ നിന്ന് വേണം ദ്വിത്വബുദ്ധി ഉണ്ടാവാൻ. 1 ഏകത്വ ബുദ്ധി ഉണ്ടാവണമെങ്കിലോ ആദ്യം 0, 0, ശൂന്യത്തെ അറിയണം. ശൂന്യത്തിന്റെ ഗുണങ്ങൾ അറിഞ്ഞ ശേഷം 1 ഏകത്വത്തിലേക്കും, ഏകത്വ ബുദ്ധിയിൽ നിന്ന് ദ്വിത്വബുദ്ധിയിലേക്കും അനേകത്വ ബുദ്ധിയിലേക്കും ആണ് ഗണിതത്തിൽ യാത്ര. 3 എന്നറിയണമെങ്കിൽ 2 എന്താണെന്ന് അറിയണം. അങ്ങനെ പൂർവാപരങ്ങളെ അറിയുന്നതിനെയാണ് സംഖ്യാക്രമം എന്ന് പറയുന്നത്. പ്രൈമറി നമ്പേഴ്സ് ആയാലും ഏത് നമ്പർ തിയറി എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതാണ്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാലോ, ഭക്തി ഡിവിഷനാണ്. ഒന്ന് ഡിവിഷന്റെ പേരാണ് ഭക്തി. ഭക്തമാക്കുക എന്ന് പറഞ്ഞ ഡിവിഷനാണ്. ആ ഡിവിഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ കൊണ്ട്, നമ്മൾ ഒരു ഉരുള ഭക്ഷണത്തിന് ഒരു ഭക്തം എന്നാണല്ലോ പറയുക. ഒരു ഉരുള, ഒരു ലിമിറ്റഡ് സാധനം. ആ ലിമിറ്റേഷൻ ഉണ്ടാകുമ്പോൾ, ഡിവിഷൻ ഉണ്ടാകുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഡിവിഷൻ കൊണ്ടും ലിമിറ്റേഷൻ കൊണ്ടുമാണ് ദ്വിത്വം അല്ലെങ്കിൽ ദ്വന്ദ്വം അല്ലെങ്കിൽ സംഖ്യ നമ്പർ കൂടിക്കൂടി വരുന്നത്. പിന്നെ സംയോഗത്തിനോ, ഒന്നിനൊറ്റയ്ക്ക് സംയോഗം സാധിക്കില്ല, 2 എണ്ണം ഉണ്ടെങ്കിലേ സംയോഗം സാധിക്കുള്ളൂ. അപ്പോ സംയോഗം എന്ന ക്രിയയ്ക്ക് വേണ്ടിയാണ് ഏകം, ദ്വയവും അനേകവും ആയത് എന്നുള്ളതാണ് ആ പൃഥക്ത്വത്തിന്റെയും സംയോഗത്തിന്റെയും വിഭാഗത്തിന്റെയും ഒക്കെ ഇത് പറയുന്നത്. കർമ്മപ്രവൃത്തിക്ക് എന്തൊന്നാണോ ഹേതു, ആ സംയോഗനാമമായ കർമ്മത്തിന് ഗുണവിശേഷം രശ്മ്യാത്മകമായ പരമാണുക്കളുടെ മണ്ഡലവിശേഷമാണ്. രശ്മ്യാത്മകം എന്ന് പറയുമ്പോൾ അത് ലൈറ്റ് എനർജിയാണ്, അല്ലെ? കിരണങ്ങളെ കൊണ്ടുള്ള കിരണ സമൂഹങ്ങളാണ്, ലൈറ്റ് എനർജിയാണ്. ഓരോ രശ്മിയല്ല, അനേക രശ്മികളുടെ, പരമാണുക്കളുടെ, രശ്മ്യാത്മകമായ പരമാണുക്കളുടെ ഓരോ പരമാണുവിലും ആ രശ്മി ലൈറ്റ് ഉണ്ട്, ആ എനർജി ഉണ്ട്. അതിന്റെ മണ്ഡല വിശേഷം, മണ്ഡലം എന്ന് പറഞ്ഞ ഫീൽഡ്, എ സ്പെസിഫിക് ഫീൽഡ് ഇസ് ദർ ഫോർ ഈച്ച് പരമാണു, ഈച്ച് സബാറ്റമിക് പാർട്ടിക്കിൾ. അതാണ് പരമാണുക്കളുടെ മണ്ഡല വിശേഷം എന്ന് പറയാൻ കാരണം. ഈ സംയോഗരശ്മികളുടെ കുണ്ടലി പോലുള്ള, കുണ്ടലി എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞു പിരിഞ്ഞ് ഇങ്ങനെ ഹെലിക്സ് പോലെ വളഞ്ഞു പിരിഞ്ഞ് ഹെലിക്സ് പോലെ 2 സർപ്പങ്ങളുടെ ഇങ്ങനെ പിരിഞ്ഞ് കളിക്കുന്ന പോലെയുള്ള സങ്കോച വികാസശീലം, അതിനെയാണ് പറയണത്. അപ്പൊ ഈ സംയോഗരശ്മികളുടെ പരമാണുക്കളുടെ മണ്ഡലവിശേഷം ഉണ്ടാവുന്ന ഈ സംയോഗരശ്മികളുടെ കുണ്ടലി പോലുള്ള സങ്കോച വികാസശീലം കൊണ്ടാണ്. ഇത് എല്ലാ ദ്രവ്യങ്ങളുടെ സംയോഗ വിഭാഗത്തിലും കാണാം എന്നാണ് കണാദൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സയൻസ് അല്ല, മതമാണ് എന്ന് പറയുന്നവരുടെ ബുദ്ധിയെക്കുറിച്ചാണ് എനിക്ക് സംശയമുള്ളത്. ദ്രവ്യങ്ങളെ സംയോജിപ്പിക്കുന്നതാണ് സംയോഗം. സ്ത്രീ പുരുഷന്മാരുടെ മാത്രമല്ല, ഏത് ദ്രവ്യത്തിനെയും സംയോജിപ്പിക്കുന്നത് സംയോഗം. ഇത് ദ്രവ്യങ്ങളിൽ സ്വഭാവസിദ്ധമായ ഗുണമാണ്. 2 പരമാണുക്കളുടെ സംയോഗം, 2 വസ്തുക്കളുടെ സംയോഗം. അതുപോലെ 2 സ്ത്രീ പുരുഷന്മാരെന്നുള്ള 2 വസ്തുക്കളെന്നേ കണക്കാക്കിയിട്ടുള്ളൂ കാണാതൻ. ഇതിലൊക്കെ മേൽപ്പറഞ്ഞ വികാസ സങ്കോചശീലം അടക്കമുള്ള സംയോഗ ഗുണം ഒരു സഹജ സ്വഭാവമായിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ് പറയുന്നത് അവിടെ. ഇനി ചില വാക്കുകൾ. ഗുരുത്വം എന്ന് പറയുമ്പോൾ ലഘുവായ 2 എണ്ണം, കനം കുറഞ്ഞ ലഘുവായിട്ടുള്ള 2 എണ്ണം സംയോജിച്ചാൽ ഗുരുത്വം ഉണ്ടാവും. ഗുരുത്വം കൂടുതലായി വരും തോറും ഭൂമിയിലേക്ക് അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ കായ എന്ന് അർത്ഥമുണ്ട്, ഇഫക്റ്റ് എന്ന് അർത്ഥമുണ്ട്, അല്ലെ? കനം കൂടുന്തോറും ഭൂമിയിൽ പതിക്കുന്നു, സംയോഗം കൊണ്ട് പതനം സംഭവിക്കുന്നു. ഗുരുത്വം
എന്ന് പറഞ്ഞാൽ ലഘുവായ രണ്ടെണ്ണം സംയോജിച്ച് ഗുരുത്വം നേടുന്നത്. ഗുരുത്വം നേടുമ്പോൾ കൂടുതൽ കൂടുതൽ ഗുരുത്വം നേടി വരുമ്പോൾ ഭൂമിയിൽ പഴം പതിക്കണ പോലെ താഴത്തേക്ക് വീഴും, പതനം സംഭവിക്കും. ഇത് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഗ്രാവിറ്റേഷണൽ പവർ എന്നല്ലാതെ എന്താണ്? ഞാൻ വലിയ ബുദ്ധിമുഖന്മാരോട് അറിയാത്ത ഒരു പാവാര ചോദിക്കുകയെന്ന് വെച്ചോളൂ, എന്താ അതിന്റെ അർത്ഥം എന്ന്. എനിക്ക് അർത്ഥം മനസ്സിലാവണത് ശാസ്ത്രമായിട്ട് തന്നെയാണ്. പിന്നെ ദ്രവത്വത്തെ കുറിച്ച് പറയുമ്പോൾ ദ്രവ്യാവയവങ്ങൾ ശിഥിലമാകുമ്പോൾ ദ്രവത്വം ഉണ്ടാവുന്നു. അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു ദ്രവ്യത്തിന് ശിഥിലമായിട്ട് വരുമ്പോൾ അത് ഫ്ലൂയിഡിറ്റി ഉണ്ടാവണമെങ്കിൽ ആ പരമാണുക്കളും സ്പേസ് ഇൻ ബിറ്റ്വീൻ പരമാണുക്കളുടെ സ്പേസ് കൂടി വരുമ്പോഴല്ലേ അത് ശിഥിലമാവുന്നത്. അങ്ങനെ വരുമ്പോഴേ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ദ്രവത്വം ഉണ്ടാവുള്ളൂ എന്നാണ് ദ്രവത്വത്തിനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്നേഹം. പാർത്ഥിവധാതുവിൽ അണ്വന്തരാളവർത്തിയായ രണ്ടണുക്കളുടെ അന്തരാളവർത്തിയായ ഇൻ ബിറ്റ്വീൻ രണ്ടണു ഉള്ള അന്തരാളവർത്തിയായ രൂപങ്ങളിൽ എണ്ണ പ്രവേശിച്ച്, എണ്ണ എന്ന് പറഞ്ഞാൽ ഓയിലി സബ്സ്റ്റൻസ് പ്രവേശിച്ച് അവയെ ശിഥിലമാക്കുന്നു. ഇതിനെ ഭൂമിയുടെ സംയോഗം എന്ന് പറയുന്നു. സ്നേഹത്തിനെ അത് അഡിഷൻ എന്നാണ്. അതിന്റെ അഡിഷൻ എന്നുള്ള വാക്കിനെയാണ് അവിടെ സ്നേഹം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആക്ച്വലി. പിന്നെ പരത്വം അപരത്വം പരസ്പരാപേക്ഷ എന്നിവ ദേശകാല സംബന്ധം കൊണ്ടുണ്ടാവുന്നതാണ്. അതായത് റിലേറ്റിവിറ്റി ഇൻ ടൈം സ്പേസ് ആൻഡ് ഓർഡർ അതങ്ങനെ ഉണ്ടാവുന്ന. അത് അടുത്ത ചാപ്റ്ററിലാണ് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത്. ഈ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബുദ്ധിയാദികൾക്ക് ഷഡാത്മഗുണമുണ്ട്. ബുദ്ധി മനസ്സിന്റെ അന്തർവൃത്തിയാണ്. ശുദ്ധസത്വ മഹോദധിയായ അതിൽ ജ്ഞാനസംസ്കാരം സംഭവിക്കുന്നു. ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യങ്ങളാണ് ബുദ്ധിയിൽ സമാവേശിതമായ സംസ്കാരങ്ങൾ. അധ്യവസായത്താൽ ഉണ്ടാവുന്ന ജ്ഞാനം ബുദ്ധിയാണ്. തർക്കം എന്നുള്ളത് ജ്ഞാന വിഷയമാണ്. സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ കല, എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് വികാര വിഷയമാണ്. ഇച്ഛ, ധർമ്മത്തിലൊരു ഇച്ഛ വരിക, മൂല്യബോധം ഉണ്ടാവുക, സദാചാരം അല്ലെങ്കിൽ എത്തിക്സിന്റെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. ആത്മഗുണമായ ആനന്ദം, ഇതൊക്കെ സംവേദനാത്മകമാണ്. ആത്മവികാസം, ആനന്ദം അല്ലെങ്കിൽ സുഖം, സങ്കോചം, ദുഃഖം, 17 കാരണദ്രവ്യങ്ങളോടും അപേക്ഷയില്ലാത്ത മൂലഗുണം, മൂലകാരണവസ്തു. ഈ പറഞ്ഞ 17 കാരണദ്രവ്യങ്ങളോടും അപേക്ഷയില്ലാത്ത മൂലഗുണം എന്താ? അതാണ് മൂലകാരണവസ്തു. ഇതൊന്നും അതിനില്ല. അതില്ല എന്നുള്ളതാണ്. ഏതി എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം, അല്ലാണ്ട് വേറെ ലക്ഷണമൊന്നും അതിനില്ല. ഇനി പറയണത് എന്താ? 7ാമത്തെ സൂത്രത്തില് ഉക്ഷേപണം അവക്ഷേപണം ആകുഞ്ചനം പ്രസാരണം ഗമനം ഇതി കർമാണി. കർമ്മങ്ങൾ 5 ഇതാണ്. 1 ഉക്ഷേപണം, 2 അവക്ഷേപണം, 3 ആകുഞ്ചനം, 4 പ്രസാരണം, 5 ഗമനം. ഓരോന്നും ഉത്തരോത്തരം ചേഷ്ടാധിക്യം ദ്യോതിപ്പിക്കുന്നതാണ്. കൂടുതൽ പ്രവൃത്തി ഉള്ളതാണ് ഓരോന്നും. അതായത് ഉക്ഷേപണത്തിന് ഏറ്റവും കുറവാണെങ്കിൽ ഗമനത്തിന് ഏറ്റവും കൂടുതലാണ് ചേഷ്ട. കർമ്മങ്ങളിൽ ഏറ്റവും ബലവത്ത് ഗമനമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഗമനശീലം വന്നു കഴിഞ്ഞാൽ വളരെ പവർ കൂടി, ബലം കൂടി. ഉക്ഷേപണത്തിന് അത്രയും വേണ്ട. അപ്പൊ ഉക്ഷേപണാദി പഞ്ചകർമ്മങ്ങളിൽ കാരണദ്രവ്യ നിഷ്ഠ കാണണം. അതായത് പരമാണു നിഷ്ഠത്വം കാണണം. ഏത് പരമാണുവാണ് അതിൽ ഉപയോഗപ്പെടുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും ഈ ബലം. സർവകർമ്മവും ചലനാത്മകം തന്നെയാണ്. ഗതി എന്ന് പറയുന്ന മൂവ്മെന്റിനെയാണ്. എനർജി ഇൻ മോഷൻ എന്ന് പറയുന്നത്, നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതാണല്ലോ ഗതി. സർവവും ദിഗ്വിശിഷ്ടമാണ്. ഉക്ഷേപണാദികൾ പ്രകൃതിയിൽ ദിഗ്ഭേദത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന്. ഡയറക്ഷണൽ ചേഞ്ച് അനുസരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ 5 കർമ്മം, ഉക്ഷേപണാദി കർമ്മങ്ങൾ ഇരിക്കുന്നത്. നിയത ദിശയിൽ, അതായത് ഒരേ സെയിം ദിശയിലെ ഒരു നിശ്ചയിക്കപ്പെട്ട ഫിക്സഡ് ഡയറക്ഷനിലെ നിയതമായ ഗതി, അതേ ഡയറക്ഷൻ വളരെ കറക്റ്റായിട്ട് ഋജുമാർഗത്തിലുള്ള പരമാണു ചലനത്തെ ആണ് താന്ത്രിക ചലനം എന്ന് പറയുന്നത്. ഗമനവിശേഷം എപ്പോഴും ചലനമാത്ര കൊണ്ടാണ്. ചലനമാത്രം അത് കൈനറ്റിക് മോഷനാണ് ഗമനവിശേഷം എന്ന് പറയുന്നത്. പരമാണുക്കൾ പര്യായത്താൽ സ്വയം ദിക് പരിവർത്തന ഹേതുക്കളാണ്. നിയതചേഷ്ടകൾ സ്വാഭാവികങ്ങളാണ്. നിയത ദിക്കിലേക്ക് ഗമനം സ്വാഭാവികമാണ്. ഏത് ദിശയിലാണോ പരമാണു ഗമനം അതിനെ മുഖം എന്ന് വിളിക്കുന്നു. അതാണ് ഗമനദിശ വെച്ച് പരമാണുമുഖം, പുച്ഛം എന്നൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പൊ പരമാണുന്തരം സ്വദിശയിൽ ആകർഷിക്കുന്നതിനെയാണ് അവക്ഷേപണം എന്ന് പറയുന്നത്. സ്വന്തം ദിശയിലേക്ക് ഇങ്ങോട്ട് വിളിക്കുന്നത് അവക്ഷേപണാണ്. ഉദക്, അതായത് അതിന് വിപരീതമായിട്ട് മുകളിലേക്ക് മുഖഭാഗത്തേക്ക് പോകുന്ന ഉക്ഷേപണം, മുകളിലേക്ക് പോകുന്ന ഉക്ഷേപണം, താഴത്തേക്ക് വരുന്നത് അവക്ഷേപണം. പരമാണു സങ്കോചിക്കുന്നതിന്റെ പേര് ആകുഞ്ചനം, പ്രസരിക്കുന്നതിന്റെ പേര് പ്രസാരണം. ആകുഞ്ചന പ്രസരണങ്ങൾ പരമാണുവിന്റെ നടുവിൽ ഉദരഭാഗത്ത്, അതായത് സെൻട്രലാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് മറ്റു രണ്ടോ അങ്ങനെയല്ല. ഏകദേശേ ഇത്യേകസ്മിൻ ശിരപൃഷ്ഠ ഉദരം കർമാണി തദ്വിശേഷഭ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരമാണു മറ്റൊരു പരമാണുവിനെ വിശേഷമായിട്ട് ആകർഷിക്കുന്നതാണ് അവക്ഷേപണ കർമ്മം.
അപ്പൊ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഒരു അവക്ഷേപണ കർമ്മമാണ്. ഭൂമി ഇങ്ങോട്ട് ആകർഷിക്കുകയാണല്ലോ, കാന്തം ഇങ്ങോട്ട് ആകർഷിക്കണത്. ഖനവസ്തുക്കൾ താഴോട്ട് പതിക്കും, മറിച്ച് കനം കുറഞ്ഞ വായു പോലെയുള്ളവ വിപരീത ക്രമത്തിൽ ഉയരും. അത് ഉക്ഷേപണം. ഇതാണ് പുച്ഛം, ശിരസ് എന്നീ ദിശകളിൽ സംഭവിക്കുന്ന 2 തരം മൂവ്മെന്റ്സ് ആയിട്ട് ഉക്ഷേപണം അവക്ഷേപണമായിട്ട് പറയുന്നത്. മറിച്ച് ആകുഞ്ചനം, പ്രസരണം എന്ന് പറയുന്ന 2 എണ്ണം ഈ മണ്ഡലത്തിന്റെ, അതായത് ഫീൽഡിന്റെ, എനർജി ഫീൽഡിന്റെ കേന്ദ്രത്തിലാണ്, ന്യൂക്ലിയസ് ഭാഗത്താണ് ഈ കൺട്രാക്ഷൻ എക്സ്പാൻഷൻ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇങ്ങനെ ഇതിനെയാണ് ഈ കൈനറ്റിക് മൂവ്മെന്റ്സിന്, ഈ ഗമനവിശേഷങ്ങളെല്ലാം ഒരു സ്വസ്തിക രൂപത്തിലാണ് വരയ്ക്കുക. ഈ സ്വസ്തിക രൂപം നമുക്ക് ഇൻഡസ് വാലി ഹരപ്പൻ കാലം മുതൽ ഉണ്ട് താനും ചിത്രങ്ങളിൽ. അപ്പോ കണാദന്റെ പരമാണു സിദ്ധാന്തം, സാഖ്യവും യോഗവും കണാദന്റെ പരമാണു സിദ്ധാന്തവും വൈശേഷികവും ഒക്കെ അന്നേ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ഈ സ്വസ്തിക ചിഹ്നം അവിടെ കാണുന്നത്. സദനിത്യം ദ്രവ്യവത് കാര്യം കാരണം സാമാന്യ വിശേഷവതിഥി ദ്രവ്യഗുണകർമ്മണാം അവിശേഷ. സാമാന്യവിശേഷങ്ങളായ ഗുണങ്ങളുടെ സമവായം കൊണ്ട് സത്യം നിത്യവുമായ ഒരു വസ്തു അസത്വവും അസത്വം അനിത്യവുമായി തോന്നിക്കുന്നു. ഈ പരിണാമം, ഈ ചേഞ്ച് ഇല്ലായിരുന്നുവെങ്കിൽ, അഭാവമായിരുന്നുവെങ്കിൽ വിശേഷം അഥവാ കാര്യമില്ല, കാരണം മാത്രമേ ഉള്ളൂ. ദ്രവ്യം സത്ത്, ഗുണം സത്ത്, കർമ്മം സത്ത്. ഇവിടെ ദ്രവ്യഗുണകർമ്മങ്ങളെല്ലാം സത്ത് എന്ന സാധർമ്യമുണ്ട്. ഇപ്രകാരം കാലത്രയത്തിലും ഒന്നായിരിക്കുന്ന കാരണവസ്തുവിനെ സത്ത് എന്ന് പറയുള്ളൂ. ത്രികാലത്തിലും പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തിലും ഒരേപോലെ ഒന്നായി നിൽക്കുന്ന കാരണവസ്തുവിനെ മാത്രമേ സദ് എന്ന വാക്ക് വിളിക്കുകയുള്ളൂ. പരമാണു നാനാപരിണാമാനുസരണം തന്റെ സ്വസ്വരൂപം നഷ്ടപ്പെട്ട് മറ്റൊന്നുപോലെ തോന്നുകയാണ്. ആ തോന്നലാണ് കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മാറ്റം വന്നു കഴിഞ്ഞ പ്രപഞ്ചത്തിനെ ആണ് നമ്മൾ മായാന്ന് വിളിക്കുന്നത്, നാനാത്വം വിളിക്കുന്നത്. കാര്യം നശിക്കുമ്പോൾ വീണ്ടും സ്വസ്വരൂപമായ സത്തിലേക്ക് മടങ്ങണം. പരിണാമമുള്ളതും അനിത്യവുമായ ഒന്നും പരമാർത്ഥികയല്ല. പരിണാമമില്ലാത്തതും എന്നും നിത്യവുമായ വസ്തു മാത്രമേ പരമാർത്ഥികയുള്ളൂ. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ചെറിയ 2-3 സൂക്തം മാത്രം ഞാൻ എടുത്തു പറഞ്ഞതാണ്. ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പറയാൻ. പക്ഷെ ഈ ചെറിയ കാര്യം മതി നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ എത്രത്തോളം ചിന്തിച്ചിരുന്ന ആളുകളാണ് എന്ന്.